വെൽക്കം ടു ഗ്രേഡിയൻറ്റ് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം. അതുപോലെ ഈ കാണുന്ന PDF നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. പറ്റാത്തവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. നമ്മൾ ലൈറ്റിൻ്റെ ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അവസാനം മഴവില്ല അഥവാ റെയിൻബോയെ പറ്റിയിട്ടും അതുപോലെ റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സിനെ പറ്റിയിട്ടുമാണ് പഠിച്ചത്. സോ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സും ഇതിനു മുന്നേ ഉള്ള ക്ലാസ്സുകളും കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തെ പറ്റിയാണ്. എന്താണ് ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യപ്രകാശം എടുക്കുന്നു, നമ്മുടെ സൺലൈറ്റ്. നിങ്ങൾക്കറിയാം സൺലൈറ്റ് എന്ന് പറയുമ്പോൾ അതൊരു പ്രകാശമാണ്, ലൈറ്റാണ് അല്ലേ, അത് നമ്മളെ കാണാനായിട്ട് സഹായിക്കുന്നു. പക്ഷേ ഇതേ സൂര്യപ്രകാശത്തിൽ നമ്മൾ കുറച്ചു നേരം നിന്ന് കഴിയുമ്പോൾ നമുക്ക് ശരീരമൊക്കെ ചൂടെടുക്കും. അപ്പോൾ ഈ ചൂട് നമുക്ക് തരുന്നത് സത്യത്തിൽ അവിടെ വരുന്ന നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിൾ ലൈറ്റ് ആണോ? അല്ല. നമ്മുടെ ദേഹം ചൂടാകുന്നത് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ചൂട് കിട്ടുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് കാരണമാണ്. അതായത് സൂര്യനിൽ നിന്ന് ഭൂമിയിലോട്ട് നമ്മുടെ പ്രകാശം വരുന്നതിനോടൊപ്പം തന്നെ എന്തുകൂടെ വരുന്നുണ്ട്, ഇൻഫ്രാറെഡ് കിരണങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ കേൾക്കുന്നൊരു കാര്യമാണ്, നമ്മൾ സൂര്യപ്രകാശം ഒരു ദിവസം അല്പനേരം കൊള്ളുന്നത് നല്ലതാണ്. സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന വൈറ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ എന്തുവാണ്, വിസിബിൾ ലൈറ്റ് ആണോ? അല്ല, അത് അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്. അപ്പോൾ അതും എന്താണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്. അപ്പോൾ നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തുവാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഉണ്ട്. ഓക്കെ, എന്തുവാണ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഉണ്ട്, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഈ ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഒരുമിച്ചുള്ള വൈബ്രേഷൻ കാരണം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു റേഡിയേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മളത് ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി സൂര്യപ്രകാശത്തിൽ എന്തുണ്ട്, നമ്മുടെ ലൈറ്റ് ഉണ്ട്, അതുപോലെ ചൂടുണ്ടാക്കുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങളുണ്ട്, അതുപോലെ അൾട്രാ വയലറ്റ് കിരണങ്ങളും ഉണ്ട്. തീരുന്നുണ്ടോ? ഇല്ല, ഇനിയും മറ്റ് പല ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ എക്സ്റേ റേഡിയേഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ. നമുക്ക് എല്ലിനൊക്കെ പൊട്ടലുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റുന്ന സമയത്ത് ആശുപത്രിയിൽ പോകുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ്റേ എടുക്കാറുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒന്നല്ല എക്സ്റേ എന്ന് പറയുന്നത്, പക്ഷേ അത് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന എക്സ്റേ ഫിലിമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് നമുക്ക് ചുറ്റും ഉണ്ട്. അത് നമുക്ക് ആദ്യം മനസ്സിലാവുന്ന ഇവിടെ നിന്ന് തന്നെയാണ്, നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെയാണ്. അതായത് അതിനകത്ത് നമ്മുടെ വിസിബിൾ ആയിട്ടുള്ള കാണാൻ പറ്റുന്ന ലൈറ്റ് ഉണ്ട്, അതുപോലെ ഇൻഫ്രാറെഡ് കിരണങ്ങളുണ്ട്, അൾട്രാ വയലറ്റ് റേഡിയേഷൻസും ഉണ്ട്. ഇതിൽ ഈ ചൂടിന് കാരണമെന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളും നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത് അൾട്രാ വയലറ്റ് കിരണങ്ങളുമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഈ ലൈറ്റ് എവിടെ നിന്നാണ് വരുന്നത്, സൂര്യനിൽ നിന്നാണ് ഭൂമിയിലോട്ട് വരുന്നത്. അപ്പോൾ സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അവിടെ എന്താണുള്ളത്, അവിടെയാണ് വാക്യൂം ഉള്ളത്. എന്താ ഉള്ളത്, വാക്യൂം അഥവാ ശൂന്യതയുള്ളത്. സോ ഈ വാക്യൂമിലൂടെ സഞ്ചരിച്ച് വരാനുള്ള കഴിവ് ആർക്കുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് കിരണങ്ങൾക്കുണ്ട്. കാരണം അത് ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വൈബ്രേഷൻ കാരണം ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു അറേഞ്ച്മെൻറ്റിൽ എഴുതാൻ പോവുകയാണ്. എന്തിലെഴുതാൻ പോവുകയാണ്, ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ അസംബ്ലിക്ക് പോകുന്ന സമയത്ത് ഹൈറ്റിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ലൈൻ നിർത്താറില്ലേ, ഏറ്റവും ഫ്രണ്ടിൽ ഉയരം കുറഞ്ഞയാൾ, അത് കഴിഞ്ഞ് അത് കൂടിയ ആൾ, ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് നിർത്തുന്ന പോലെ നമുക്ക് ചുറ്റുമുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ വേവ് ലെങ്ത് നോക്കി. എന്ത് നോക്കി, അതിൻ്റെ വേവ് ലെങ്ത് നോക്കി. ആ വേവ് ലെങ്ത് നോക്കിയതിന് ശേഷം ആ വേവ് ലെങ്ത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്തു, റേഡിയേഷൻസിനെ അറേഞ്ച് ചെയ്തു. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. സോ വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് ചോദിച്ചാൽ പറയണം, ദ ഓർഡർലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. ഒരു ഓർഡറിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒന്നുകിൽ അത് വേവ് ലെങ്തിനെ അടിസ്ഥാനപ്പെടുത്തി എന്ന് പറയാം. അതായത് വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഇടത്ത് നിന്ന് വലത്തോട്ട് അറേഞ്ച് ചെയ്തു എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി കുറയുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഊഹിച്ച് വയ്ക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് വേവ് ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേവ് ലെങ്തിൻ്റെ അടിസ്ഥാനം തന്നെ പറയാം. സോ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ
അതിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ആ സ്പെക്ട്രത്തിൻ്റെ ഏറ്റവും ഇടതുവശത്ത് കാണുന്നത് ഗാമ റേസ് ആണ്. എന്താണ് ഗാമ റേ എന്ന് വെച്ചാൽ? ന്യൂക്ലിയർ എക്സ്പ്ലോഷനുകളൊക്കെ നടക്കുന്ന സമയത്ത് എമിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് റേഡിയേഷനാണ് ഗാമ റേഡിയേഷൻ എന്ന് പറയുന്നത്. അത്ര നല്ലൊരു സാധനമല്ല. അത് കഴിഞ്ഞ് വരുന്നതാണ് എക്സ് റേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. അത് കഴിഞ്ഞ് വരുന്നതാണ് അൾട്രാ വയലറ്റ് റേസ്. അത് കഴിഞ്ഞ് വരുന്നൊരു ചെറിയ ഭാഗമാണ് നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റ്. കാരണം ഈ പറഞ്ഞ ബാക്കി സാധനങ്ങളൊന്നും നമുക്ക് കണ്ണിൽ കാണാൻ പറ്റത്തില്ല. ഇൻഫ്രാറെഡ് റേഡിയേഷൻസും പിന്നെ വരുന്ന റേഡിയോ വേവ്സും. എന്തുവാ റേഡിയോ വേവ്സ്? നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. നമ്മൾ FM സ്റ്റേഷനുകളൊക്കെ നമ്മൾ ട്യൂൺ ചെയ്യാറില്ലേ? ഫ്രീക്വൻസി ഹെഡ്സിൽ ട്യൂൺ ചെയ്യാറില്ലേ? അപ്പോൾ ആ ട്യൂൺ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഫ്രീക്വൻസി കഴിയുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ വേവ് ലെങ്ത്തിലോട്ടൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കണ്ടോ, 1 × 10⁻⁴ ചെറിയൊരു സംഖ്യയാണ്. 1 × 10⁴ 10⁴ എന്ന് വെച്ചാൽ 1 പിന്നെ 4 പൂജ്യവും വലിയ സംഖ്യയാണ്. അപ്പോൾ ഇവിടെ വേവ് ലെങ്ത്ത് കുറവ്, ഇവിടെ വേവ് ലെങ്ത്ത് കൂടുതൽ. ഇവിടെ വേവ് ലെങ്ത്ത് കുറവ്, ഇവിടെ വേവ് ലെങ്ത്ത് കൂടുതൽ. അല്ലെങ്കിൽ ഇവിടെ എനർജി കൂടുതൽ, ഇവിടെ എനർജി കുറവ് എന്ന രീതി വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ലൈറ്റിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. നോക്കടാ, നമ്മൾ പഠിച്ചു തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ വയലറ്റ് ലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? ഏറ്റവും കുറവ് എന്തുള്ളത്? വേവ് ലെങ്ത് ഉള്ളത്. അതായത് വയലറ്റ് ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് വേവ്സ് അടുത്തടുത്തായിരിക്കും. നേരെ മറിച്ച് നമ്മൾ റെഡ് എടുക്കുമ്പോഴത്തേക്കും വേവ്സ് എന്തായിരിക്കും? ഇങ്ങനെ ദൂരെ ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് കണക്ക്. അപ്പോൾ നോക്കി, ഈ കാണുന്ന ചെറിയ ഭാഗത്തിനെ വലുതാക്കിയാണ് ഇതാ ഇവിടെ വരച്ച് വെച്ചേക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇടതുവശത്ത് വയലറ്റ് ലൈറ്റും ഏറ്റവും വലതുവശത്ത് റെഡ് ലൈറ്റും വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെയാണ് വേവ് ലെങ്ത് കുറവ്, ഇവിടെയാണ് എന്ത്? വേവ് ലെങ്ത് കൂടുതൽ. സോ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് കൂടുന്നതായിട്ട് കാണാൻ പറ്റും? വേവ് ലെങ്ത് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. എന്താ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റും അല്ലേ? നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ അവരുടെ വേവ് ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇടത്ത് നിന്ന് വലത്തോട്ട് വേവ് ലെങ്ത് കൂടുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ആ സ്പെക്ട്രത്തിൻ്റെ ഏറ്റവും ഇടതുവശത്ത് ഗാമാറേ, എക്സ്റേ, അൾട്രാ വയലറ്റ് അല്ല, ഗാമാറേ, എക്സ്റേ, ഇൻഫ്രാറെഡ് അല്ലല്ലോ, കണ്ടോ തെറ്റി. ഗാമാറേ, എക്സ്റേ, അൾട്രാ വയലറ്റ്, അത് കഴിഞ്ഞ് ലൈറ്റ്, വിസിബിൾ ലൈറ്റ്, അത് കഴിഞ്ഞ് ഇൻഫ്രാറെഡ്. അപ്പോൾ ഈ സംശയം നമുക്ക് എങ്ങനെ മാറ്റാം? നോക്കിയേ, നിങ്ങൾക്കറിയാം നമുക്കിവിടെ വേവ് ലെങ്ത് ആണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസിങ് ഓർഡറിൽ പോകുന്നത്. തൊട്ട് മുന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചു വേവ് ലെങ്ത്, കൂടുതൽ വേവ് ലെങ്ത് ആർക്കാണ്? റെഡിനാണ്. അപ്പോൾ റെഡ് എപ്പോഴും ലൈറ്റ്, നമ്മുടെ വിസിബിൾ ലൈറ്റ്, റെഡ് ലൈറ്റ് കഴിഞ്ഞിട്ട് വലതുവശത്തേ വരത്തുള്ളൂ. സോ ഗാമാറേ, എക്സ്റേ, അത് കഴിഞ്ഞിട്ടാണ് എന്ത്? അൾട്രാ വയലറ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ വിസിബിൾ ലൈറ്റ്, അതിൻ്റെ ഇടതുവശത്ത് വയലറ്റ്, അടുത്ത വശത്ത് റെഡ്. സോ റെഡ് കഴിഞ്ഞിട്ട് ഇൻഫ്രാറെഡ്, റെഡ് കഴിഞ്ഞിട്ട് ഇൻഫ്രാറെഡ്, അത് കഴിഞ്ഞ് റേഡിയോ വേവ്. ഒന്നുകൂടി പറഞ്ഞേ, ഗാമാറേ, എക്സ്റേ, അൾട്രാ വയലറ്റ്, ഗാമാറേ, എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ്, അതിലാദ്യം വയലറ്റ് പിന്നെ റെഡ്, സോ അത് കഴിഞ്ഞിട്ട് ഇൻഫ്രാറെഡ് പിന്നെ റേഡിയോ വേവ് എന്ന ഓർഡറിലാണ് പോകുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം? The orderly distribution of electromagnetic radiations is known as electromagnetic spectrum. Gamma ray, X-ray, ultraviolet, ഇടയ്ക്കൊരു വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, റേഡിയോ വേവ് എന്ന രീതിയിൽ ഏറ്റവും ഇടതുവശത്ത് വേവ് ലെങ്ത് കുറവും വലതുവശത്ത് വേവ് ലെങ്ത് കൂടുതലും, ഇടതുവശത്ത് എനർജി കൂടുതൽ വലതുവശത്ത് എനർജി കുറവ് എന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പോൾ നമ്മളത് നോക്കിയപ്പോൾ പ്രകാശം കണ്ടല്ലേ? പ്രകാശത്തിൽ പല നിറങ്ങളുണ്ട്, 7 കളറുകളുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ എന്ന പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രകാശങ്ങൾ നമുക്ക് മറ്റൊരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും, പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും എന്നാണ് പറയുന്നത്. അതായത് ഒരു 3 നിറങ്ങളുണ്ട്. ഈ 3 നിറത്തെ കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് കിട്ടും. അത് നമുക്ക് ഓൾറെഡി അറിയാം. 7 നിറങ്ങളാണ് വൈറ്റ് ചേരുന്നത്. അപ്പോൾ 7 നിറങ്ങൾ കൂട്ടിച്ചേർത്താൽ വൈറ്റ് കിട്ടും. എന്നാൽ അതൊരു 3 നിറങ്ങൾ ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് കിട്ടും. ആ 3 നിറങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് റെഡ്, ഗ്രീന്, ബ്ലൂ. നമ്മളതിനെ സിമ്പിളായി RGB എന്ന് വിളിക്കും. നിങ്ങൾ മൊബൈൽ ഫോണ്, അതുപോലെ ഗെയിമിംഗ് ലാപ്ടോപ്പ്, ഗെയിമിംഗ് മൊബൈൽ ഫോൺ, ഇതിനകത്തൊക്കെ RGB ലൈറ്റിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ല? ഇപ്പോൾ ഈ പല വണ്ടികളിലും വണ്ടികളിലൊക്കെ ഈ ഒരു ഗെയിമിംഗ് സെറ്റപ്പൊക്കെ ചെയ്യുന്ന, ഗെയിമിൻ്റെ ലൈവ് സ്ട്രീമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരിലിരിക്കുന്ന കീബോർഡിനകത്ത് മഴവില്ല് പോലെ ലൈറ്റിംഗ് ഇങ്ങനെ മാറിക്കത്തും. അത് നമ്മൾ RGB ലൈറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ RGB ലൈറ്റിംഗ് എന്ന് പറയുന്നതിനകത്ത് വരുന്ന 3 നിറങ്ങൾ റെഡ്, ഗ്രീന്, ബ്ലൂ.
ഇത് 3ൻ്റെ പ്രത്യേകത 7 എണ്ണം ഇല്ല, ഇവർ 3 എണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? നടുക്കുള്ള വൈറ്റ് ലൈറ്റ് കിട്ടും. ഇവരെയാണ് നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. വൈറ്റ് കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല, ഇവരെ പരസ്പരം ചേർത്താൽ നമുക്ക് മറ്റ് പല നിറങ്ങളും കിട്ടും. ഫോർ എക്സാമ്പിൾ ദാ ഇവിടെ കണ്ടോ, റെഡും ഗ്രീനും കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെല്ലോ കളർ കിട്ടും. ഗ്രീനും ബ്ലൂവും കൂടി ചേരുമ്പോൾ സയാൻ എന്ന് പറയുന്ന ഒരു ആകാശ നീല പോലത്തെ ഒരു നിറം കിട്ടും. റെഡും ബ്ലൂവും ചേരുമ്പോൾ മജന്ത കിട്ടും. സോ ഈ പറഞ്ഞ RGBയെ നമ്മൾ പ്രൈമറി എന്നും ഇവരുടെ കോമ്പിനേഷനിലൂടെ കിട്ടിയ ആരൊക്കെ? ഈ പറയുന്ന യെല്ലോ, സയാൻ, മജന്ത, ഇവരെ നമ്മൾ സെക്കൻഡറി കളറുകളെന്നും വിളിക്കും. സെറ്റല്ലേ? അപ്പോൾ എന്താ പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി വൈറ്റ് മാത്രമല്ല, ഈ കളറുകൾ ഉപയോഗിച്ച് നമുക്ക് മറ്റ് പല നിറങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത്തരം നിറങ്ങളെയാണ് നമ്മൾ പ്രൈമറി കളറുകളെന്ന് വിളിക്കുന്നത്. ആ പ്രൈമറി കൊണ്ട് ചേരുമ്പോൾ കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി കളറുകളെന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി കളറുകളെന്ന് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനായിട്ട്. ഇവിടെ ആര് ചേർന്ന് എന്ത് കിട്ടും എന്നതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ പ്രൈമറി എന്ന് വെച്ചാൽ എന്തായിരിക്കും? നോട്ട് ഓൺലി വൈറ്റ് ലൈറ്റ് ബട്ട് ഓൾ അതർ കളേർഡ് ലൈറ്റ് ക്യാൻ ഓൾസോ ബി ക്രിയേറ്റഡ് യൂസിങ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. സോ ദേ ആർ കാൾഡ് പ്രൈമറി. RGB എന്ന് ഓർത്ത് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ദ കളർ ലൈറ്റ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ അല്ലെങ്കിൽ കമ്പൈനിങ് ഓഫ് എനി 2 പ്രൈമറി കളേഴ്സ് ഈസ് എ സെക്കൻഡറി കളർ. ഏതെങ്കിലും 2 പ്രൈമറി ചേർന്നുണ്ടാകുന്ന കളറിനെ നമ്മൾ സെക്കൻഡറി എന്ന് വിളിക്കും. യെല്ലോ, സിയാൻ, മജന്ത. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുകയും ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? റെഡും അതുപോലെ തന്നെ ഗ്രീനും കൂടെ ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് യെല്ലോ കളർ കിട്ടും. ഗ്രീനും അതുപോലെ ബ്ലൂവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സയാൻ എന്ന് പറയുന്ന നിറം കിട്ടും. ബ്ലൂവും റെഡും കൂടെ ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മജന്ത കളർ കിട്ടും. എന്ത് കിട്ടും? മജന്ത. മജന്ത കാണുമ്പോൾ തന്നെ നമുക്ക് മജന്ത നിറം എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? മജന്ത കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് എന്തായാലും ഗ്രീനിന് സാധ്യതയൊന്നുമില്ല, പിന്നെ ബ്ലൂവും റെഡുമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മജന്ത സെറ്റാക്കാം. പച്ചയും ചുവപ്പും ചേരുമ്പോഴാണ് മഞ്ഞ കിട്ടുന്നത്. ട്രാഫിക് ലൈറ്റ് ആലോചിച്ചാൽ മതി. പച്ച, ചുവപ്പ്, ഇടയ്ക്കുള്ളൊരു ഓറഞ്ച് പോലെയാണ്. നിങ്ങളതിനെ മഞ്ഞ എന്നങ്ങ് ആലോചിച്ച് വെച്ചോ. അപ്പോൾ അത് മഞ്ഞ. അങ്ങനെ നമുക്ക് അതും കിട്ടും. ട്രാഫിക് ലൈറ്റ് ആലോചിച്ചാൽ അപ്പോൾ നമുക്ക് യെല്ലോ കിട്ടും. മജന്ത നിറം തന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിനകത്ത് പച്ച വരാൻ ഒരു സാധ്യതയില്ലാത്തതുകൊണ്ട് പറ്റും. പിന്നെ വരുന്ന 2 എണ്ണം ചേർന്ന് സയാൻ. എങ്ങനെയെങ്കിലുമൊക്കെ ഓർത്ത് വെച്ചോളണം. ഇവിടെ വരുന്നൊരു സംഭവമാണ് കോംപ്ലിമെൻ്ററി കളറുകൾ. എന്താണ്? അപ്പോൾ പ്രൈമറി പഠിച്ചു, സെക്കൻഡറി പഠിച്ചു, പിന്നെ എന്താ ഈ കോംപ്ലിമെൻ്ററി? ഞാനൊരു എക്സാമ്പിൾ പറയാം. റെഡും ഗ്രീനും കൂടെ ചേർന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെല്ലോ കിട്ടി. ഈ യെല്ലോയിലേക്ക് ഞാൻ ബ്ലൂ കളർ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? നമുക്കറിയാം റെഡ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഗ്രീൻ എന്ന് പറയുന്നതും എവിടെയുണ്ട്? യെല്ലോയിലുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ബ്ലൂ ചേർന്നാൽ അത് വീണ്ടും RGB ആയില്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? വൈറ്റ് കളർ കിട്ടത്തില്ലേ? കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു കളറിനോടൊപ്പം നമ്മൾ മറ്റൊരു കളർ ചേർക്കുമ്പോൾ നമുക്ക് വൈറ്റ് കിട്ടുകയാണെങ്കിൽ ഇവരെ നമുക്ക് എന്ത് പറയാം? കോംപ്ലിമെൻ്ററി കളറുകളെന്ന് പറയാം. അതിലപ്പോൾ എപ്പോഴും ഒരു നിറമെന്ന് പറയുന്നത് ഒരു സെക്കൻഡറി കളറും ഒന്നെന്ന് പറയുന്ന ഒരു പ്രൈമറി കളറും ആയിരിക്കും. ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി കളറുകളെന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? കോംപ്ലിമെൻ്ററി കളർ. നോക്കിയേ, വെൻ എ സെക്കൻഡറി കളർ ഈസ് കമ്പൈൻഡ് വിത്ത് എ പ്രൈമറി കളർ വി ഗെറ്റ് വൈറ്റ് ലൈറ്റ്. സച്ച് പെയർ ഓഫ് കളേഴ്സ് ആർ കോൾഡ് കോംപ്ലിമെൻ്ററി കളേഴ്സ്. ആ പെയറിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, റെഡിനോടൊപ്പം സയാൻ ചേർന്നാൽ വൈറ്റ് കിട്ടും. ഗ്രീനിനോടൊപ്പം മജന്ത ചേർന്നാൽ വൈറ്റ് കിട്ടും. ബ്ലൂവിനോടൊപ്പം യെല്ലോ ചേർന്നാൽ നമുക്ക് വൈറ്റ് കിട്ടും. സോ റെഡും സിയാനും ഗ്രീനും മജന്തയും ബ്ലൂവും യെല്ലോയുമാണ് കോംപ്ലിമെൻ്ററി കളർ. റെഡിന് കോംപ്ലിമെൻ്ററി സിയാൻ, ഗ്രീനിന് കോംപ്ലിമെൻ്ററി മജന്ത, ബ്ലൂവിന് കോംപ്ലിമെൻ്ററി യെല്ലോ. സോ കോംപ്ലിമെൻ്ററി കളേഴ്സ് ആർ 2 കളേഴ്സ് ദാറ്റ് കമ്പൈൻ ടു ഫോം വൈറ്റ് ലൈറ്റ്. സെറ്റാണ്, ഓർത്ത് വയ്ക്കാമല്ലോ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. അതാ ഇതാണ് ഇവിടെ കൊടുത്തേക്കും. ഇതാണ് എന്താ നമ്മുടെ കളർ എന്ന് പറയുന്നത്. ഈ ബോക്സാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഇതായി ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞു. പുതിയൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ടോപ്പിക്കിൻ്റെ പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ കാണാൻ ഇഷ്ടമല്ലേ? അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന സാധനം നമ്മളെ കാണാൻ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ ഒരാളെ കണ്ടു, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കണ്ടു. ഈ കണ്ട ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണിൽ കുറച്ച് സമയത്തേക്ക് ഇരിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിങ്ങളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു ഒബ്ജക്റ്റിനെ കണ്ടു. ആ ഒബ്ജക്റ്റിനെ കണ്ടു. എങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ കാണുന്നത്? പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വന്ന് വീഴുന്നു. ഈ കണ്ണിനകത്തുള്ള ലെൻസിലൂടെ എന്ത് ചെയ്യുന്നു? അത് ഫോക്കസ് ചെയ്യപ്പെടുന്നു. ഇവിടെ നിന്നും ഈ പറയുന്ന സിഗ്നൽ നമ്മുടെ ബ്രെയിനിലോട്ട് പോകുന്നു. സെറിബ്രത്തിലാണ് പോകുന്നത്. നമ്മൾ ബയോളജി പഠിച്ചു. അപ്പോൾ ഇതിനൊരു ചെറിയ സമയം വേണ്ടേ? അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ബ്രെയിൻ ഇത് പ്രോസസ്സ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുന്നു എന്ന് വിചാരിക്കുക? പ്രോസസ്സ് ചെയ്യുന്നു വിചാരിക്കുക.
അപ്പോൾ ഇതിന് വേണ്ടി വേണ്ട സമയം എന്ന് പറയുന്നത് 1/16 ഓഫ് എ സെക്കൻഡാണ്. ഒരു സെക്കൻഡിൻ്റെ 16 സമയം വേണം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചു, ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് ഇവിടെ എത്തി, നമ്മൾ ഒബ്ജക്റ്റിനെ എടുത്ത് മാറ്റി എങ്കിലും ഈ പറയുന്ന ലൈറ്റ് ഇതുവഴി സഞ്ചരിച്ച് നമ്മുടെ ബ്രെയിനിലെത്തി നമുക്കൊരു പിക്ചർ തരും. അതായത് ആക്ച്വൽ ഫോട്ടോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നമ്മൾ മാറ്റിയാലും ഒരു അല്പസമയം കൂടെ, ഒരു 1/16 ഓഫ് എ സെക്കൻഡ് കൂടെ നമുക്ക് അതിനെ നമ്മുടെ കണ്ണിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഈ പറയുന്ന പേന ഇത് പെട്ടെന്ന് എടുത്ത് മാറ്റിയാൽ ഈ പേന ഇവിടെ ഇല്ലല്ലോ, മാറിപ്പോകുമല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ആലോചിക്കണം, 16 അല്ലെ 1/16 ഓഫ് എ സെക്കൻഡ് സ്പീഡെന്ന് വെച്ചാൽ അത് ചില്ലറ സ്പീഡല്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി തരാമെന്ന് വെച്ചാൽ, നിങ്ങൾ ഫ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ യൂട്യൂബ് ഷോർട്സിനകത്തൊക്കെ കാണാറുണ്ട് അല്ലേ. ഒരു ബുക്കിനകത്ത് ഇങ്ങനെ ഓരോ പേജിലും ഓരോ പടം വരച്ച് വെച്ചേക്കും. അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കിടക്കിടാന്ന് മറിച്ച് പോകുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അത് മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ബേസിക് ആയിട്ടുള്ള ചലച്ചിത്രം, സിനിമ, ആനിമേഷൻ ഇതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നിന്ന് മാറി വന്നതാണ്. അപ്പോൾ ഈ ഒരു രീതി അപ്പോൾ ആലോചിച്ച് നോക്കി, നമ്മൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, നമ്മളിങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ ആദ്യത്തെ പടം നിൽക്കും, അതിനോടൊപ്പം തന്നെ അടുത്ത പടം വരും. അപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇമേജുകൾ ഇങ്ങനെ കൂടി വരുമ്പോൾ നമുക്ക് ആ ഇമേജ് പതുക്കെ ചലിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ്, നമ്മൾ കാണുന്ന ഒരു ഒബ്ജക്റ്റ് പെട്ടെന്ന് എടുത്ത് മാറ്റിയാലും അതിൻ്റെ ഒരു ഇമേജ് അല്പസമയം കൂടെ നമ്മുടെ കണ്ണിൽ നിൽക്കും, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നിൽക്കും. ഇതിനാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, വെൻ വി ക്വിക്ക്ലി റിമൂവ് ആൻ ഒബ്ജക്റ്റ് ഫ്രം അവർ ഫീൽഡ് ഓഫ് വിഷൻ, ദ വിഷ്വൽ എക്സ്പീരിയൻസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് പെർസിസ്റ്റ് ഫോർ അബൌട്ട് 1/16 ആണ്. ഇത് എഴുതിയിരിക്കുന്ന തെറ്റാണ്. 1/16 ഓഫ് എ സെക്കൻഡ് നിൽക്കും. ഇതിനെയാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, നമ്മൾ സിനിമ കാണുന്നത്, ആനിമേറ്റഡ് ഫ്ലിപ്പ് ബുക്കുകൾ നോക്കുന്നത്, ടെലിവിഷൻ സ്ക്രീന് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ന്യൂട്ടൻ്റെ കളർ ഡിസ്ക് വർക്ക് ചെയ്യുന്നത്. എന്താ അപ്പോൾ ന്യൂട്ടൻ്റെ കളർ ഡിസ്ക്? ഓക്കെ, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ സെറ്റാണല്ലോ. എന്താണ്, ഒരു ഒബ്ജക്റ്റ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ നിന്ന് മാറ്റിയാലും അതിൻ്റെ വിഷൻ എന്ന എക്സ്പീരിയൻസ് നമുക്ക് കുറച്ച് നേരം കൂടെ കണ്ണിൽ കിട്ടും. എത്ര നേരം? 1/16 ഓഫ് എ സെക്കൻഡ് നിൽക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് വിളിക്കുന്നത്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്, ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സിനിമ, അനിമേറ്റഡ് ഫ്ലിപ്പ് ബുക്ക്, ടെലിവിഷൻ സ്ക്രീനും അതുപോലെ സ്പിന്നിങ് വൈറ്റ് കളർ, അതായത് നമ്മുടെ ന്യൂട്ടൻ്റെ കളർ ഡിസ്ക്. എന്താ സംഭവിക്കുന്നത് നോക്കി, ന്യൂട്ടൻ്റെ കളർ ഡിസ്കിനകത്ത് നമ്മൾ ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, 7 നിറങ്ങൾ അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 7 നിറം നമ്മൾ ഒരുമിച്ച് കറക്കും. അവിടെയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ വരുന്നത്. എന്താ സംഭവം, ഈ 7 നിറവും ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ ഒരു പോയിന്റ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോയിന്റ് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഉള്ളത് യെല്ലോ കളറാണ്. പക്ഷേ ഞാനിത് വേഗത്തിൽ കറക്കുമ്പോൾ എന്ത് പറ്റും, യെല്ലോ വരും, തൊട്ടടുത്ത് ഓറഞ്ച് വരും, റെഡ് വരും, വയലറ്റ് വരും, ബ്ലൂ വരും. ഇങ്ങനെ നിറങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ നിറങ്ങളെല്ലാം 1/16 ഓഫ് എ സെക്കൻഡ് എൻ്റെ ബ്രെയിനിൽ നിൽക്കും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ അടുത്ത പടം വന്നു. അപ്പോൾ എന്ത് പറ്റും, ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ, ഓറഞ്ച്, റെഡ്, ബ്ലൂ എല്ലാം കൂടി ഒരുമിച്ച് എന്ത് ചെയ്യും, എൻ്റെ കണ്ണിൽ കാണുന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതെല്ലാം കൂടെ ഒരുമിച്ച് കണ്ണിൽ കണ്ടാൽ അവിടെ എല്ലാം കൂടി ഏത് കളറായിട്ട് നമുക്ക് തോന്നും, വൈറ്റ് കളറായിട്ട് തോന്നും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ന്യൂട്ടൻ്റെ കളർ ഡിസ്ക് കറക്കുമ്പോൾ എന്ത് കളറായിരിക്കും നിങ്ങൾ കാണുന്നത് വൈറ്റ് കളറായിരിക്കും. എന്തുകൊണ്ട്? ഇതുകൊണ്ടാകുന്നത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം നോക്കിയേ, വെൻ എ ന്യൂട്ടൺസ് കളർ ഡിസ്ക് ഈസ് റൊട്ടേറ്റഡ് വെരി ഫാസ്റ്റ് ബിഫോർ ദ വിഷ്വൽ എക്സ്പീരിയൻസ് ഓഫ് എനി വൺ കളർ വാനിഷസ്, അല്ലേ, കണ്ട ഏതെങ്കിലും ഒരു നിറത്തിൻ്റെ വിഷ്വൽ എക്സ്പീരിയൻസ് കാഴ്ച മായുന്നതിന് മുമ്പ് എന്ത് പറ്റും, ദ റേ ഫ്രം ദ സക്സീഡിങ് കളർ റീച്ചസ് അവർ ഐ, അല്ലെ, അടുത്ത കളറിൻ്റെ ലൈറ്റ് നമ്മുടെ കണ്ണിലെത്തിയിട്ടുണ്ടാകും. അപ്പോൾ എന്ത് പറ്റും, നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് കാണും. അങ്ങനെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന കാര്യം കാരണം ഒരു കമ്പൈൻഡ് എഫക്റ്റ് നമുക്ക് തോന്നുകയും നമ്മൾ എന്തായിട്ട് കാണുകയും ചെയ്യും, ന്യൂട്ടൻ്റെ കളർ ഡിസ്ക് ഏതാണ്ട് വൈറ്റ് നിറമായിട്ട് കാണുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ന്യൂട്ടൻ്റെ കളർ ഡിസ്ക് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് വീട്ടിൽ ചെയ്ത് നോക്കാം. സോ ന്യൂട്ടൻ്റെ കളർ ഡിസ്ക് നമ്മൾ കറക്കുന്ന സമയത്ത് എന്ത് പറ്റുന്നു, ഒരു കളറിൻ്റെ വിഷ്വൽ എക്സ്പീരിയൻസ് മാറുന്നതിന് മുന്നേ എന്ത് പറ്റും, സക്സീഡിങ് കളറിൻ്റെ റേസ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. സോ എല്ലാം കൂടെ ഒരുമിച്ച് ആര് പ്രോസസ്സ് ചെയ്യും, കണ്ണ് പ്രോസസ്സ് ചെയ്യും. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയും. അങ്ങനെ ഇതിൻ്റെ കമ്പൈൻഡ് എഫക്റ്റ് കാരണം നമ്മൾ എല്ലാ നിറവും ഒരുമിച്ച് കാണുന്നു. ഇതാണ് ഈ പറയുന്ന ന്യൂട്ടൻ്റെ കളർ ഡിസ്ക് എന്ത് നിറത്തിൽ കാണുന്നതിന് കാരണം, വൈറ്റ് നിറത്തിൽ കാണുന്നതിന് കാരണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ചോദ്യമാണ് ന്യൂട്ടൻ്റെ കളർ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നിറങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കളർ ഓഫ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.